വാദങ്ങൾ തുടരുന്നു. പൾസർ സുനിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വാദം എന്നത് കുടുംബ പശ്ചാത്തലം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പശ്ചാത്തലമാണ്. അതായത് വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്ന വാദം പൾസർ സുനി ഉന്നയിക്കുകയാണ്. അതായത് നിരവധി വകുപ്പുകളാണ് പൾസർ സുനിക്ക് നേരെ ചുമത്തിയിട്ടുള്ളത്. ജീവപര്യന്തം അടക്കമുള്ള തടവ് ലഭിച്ചേക്കാവുന്ന വളരെ കൃത്യമായ വകുപ്പുകൾ ചുമത്തിയ പശ്ചാത്തലത്തിൽ ഏറ്റവും ഉയർന്ന ശിക്ഷ നൽകണമെന്ന നിർദ്ദേശം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ വാദം, ആ വാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്ന ശിക്ഷ ലഭിക്കുവാനുള്ള സാധ്യത, ആ സാധ്യതയിൽ നിന്ന് തലയൂരുക അല്ലെങ്കിൽ സാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം ആണ് ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ നടത്തുന്നത്. അവിടെയാണ് പൾസർ സുനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അമ്മയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിക്കുണ്ട്. അതുകൊണ്ട് കഴിയുന്നത്ര ശിക്ഷാ ഇളവ് ലഭിക്കണം എന്നുള്ളതാണ്. രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിന്റെ വാദം എന്നത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു വാദം മാർട്ടിൻ ഇപ്പോൾ ഉന്നയിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ കൃത്യമായി ഈ നടി സഞ്ചരിച്ചിരുന്ന വാഹനം ഓടിച്ചിരുന്ന രണ്ടാം പ്രതിയായ മാർട്ടിൻ ഇപ്പോൾ പറയുന്നത് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. മാർട്ടിനായിരുന്നു കൃത്യമായി വാഹനത്തിന്റെ ഗതി, വേഗത, ഏതൊക്കെ സ്ഥലങ്ങളിലൂടെയാണ് വാഹനം കടന്നു പോകുന്നത് എന്നത് പൾസർ സുനിയെ അറിയിച്ചത് എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അങ്ങനെ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ പറയുന്നു താൻ തെറ്റു ചെയ്തിട്ടില്ല എന്ന്. എടുത്തു പറയേണ്ടത് മാധ്യമങ്ങൾക്ക് താക്കീതുണ്ടാകുന്നു, കോടതിയുടെ ഭാഗത്ത് നിന്ന് മുന്നറിയിപ്പ് നൽകുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ തുടക്കം മുതൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, കോടതിയെ സംബന്ധിച്ചിടത്തോളം അഭ്യൂഹങ്ങളോ ചാനൽ ചർച്ചകളിലെ വിധികർത്താക്കളുടെ പ്രതികരണങ്ങളോ ഒന്നുമല്ല പ്രധാനം. കേസിൽ അന്വേഷണം നടത്തി എന്തൊക്കെ കണ്ടെത്തലുകളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു. നടൻ ദിലീപിനെ അടക്കം കുറ്റവിമുക്തനാക്കപ്പെടുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാകാം. ആ കാരണങ്ങൾ തന്നെയാണ് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഒരു പക്ഷേ തെളിവുകളുടെ അഭാവത്തിൽ ആകാം കോടതി വിട്ടയക്കുന്നത്. അഭ്യൂഹങ്ങളുടെ പേരിൽ കോടതിക്കാരെയും ശിക്ഷിക്കാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾ വളരെ കൃത്യമായി ഉറപ്പിച്ചു പറയുന്നു. അതായത് അന്വേഷണ സംഘം കൃത്യമായ തെളിവുകൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ തെളിവുകൾ കോടതിക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ മാത്രമാണ് കോടതിക്ക് ഇത്തരം ഗൂഢാലോചനകളിൽ ശിക്ഷ വിധിക്കാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തേണ്ടത്, ഗൂഢാലോചന തെളിയിക്കുക എന്നത് അന്വേഷണ സംഘത്തെയും സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം കഠിനമായ പ്രയത്നകരമായ ജോലി തന്നെയാണ്. പക്ഷേ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികൾ പരസ്പരം ഗൂഢാലോചന നടത്തിയിരുന്നു. ആ ഗൂഢാലോചനയിൽ 6 പേർക്കും പങ്കുണ്ട് എന്നും ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് പൾസർ സുനിയാണ് എന്നും കോടതിക്ക് ബോധ്യപ്പെട്ട പശ്ചാത്തലമുണ്ട്. അതിൽ പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും ഒക്കെ വിജയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയത്. പക്ഷേ 7 ചാർലി മുതൽ 10ാം പ്രതിയായിട്ടുള്ള VIP ശരത്ത് വരെയുള്ളവരുടെ പങ്ക് തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. അതല്ല എങ്കിൽ അവരിൽ ആരെങ്കിലുമൊക്കെ കുറ്റക്കാരല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കോടതി അങ്ങനെ ഒരു വിധി പ്രസ്താവിക്കുന്നത്. അതിനു പകരം അത് റിപ്പോർട്ട് ചെയ്യുമ്പോഴടക്കം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ സൂക്ഷിച്ചു വേണം കോടതിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ എന്നുള്ളതാണ്. അതല്ല എങ്കിൽ കോടതി അലക്ഷ്യം പോലെയുള്ള നടപടികൾ തീർച്ചയായും കോടതിയുടെ ഭാഗത്ത് നിന്ന് മാധ്യമങ്ങൾക്ക് നേരിടേണ്ടതായി വരും എന്ന സൂചന തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം പൾസർ സുനിയുടേത് ഉൾപ്പെടെയുള്ള വാദങ്ങൾ ഇപ്പോൾ തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. പൾസർ സുനി 1ാം പ്രതിയാണ്. കേസിൽ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്ന വാദമാണ് പൾസർ സുനി ഉന്നയിച്ചത്. 2ാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നതാണ് വാദമായി ഉന്നയിച്ചത്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ 5.5 വർഷം ജയിലിൽ കിടന്നു എന്ന വാദം കൂടി മാർട്ടിൻ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നത് മാർട്ടിന് നേരെയുണ്ടാകുന്ന ശിക്ഷാവിധിയിൽ ഈ 5 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചതിന്റെ ഇളവ് കൂടി ലഭിക്കണം എന്ന ഒരാവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെയും കുടുംബ പശ്ചാത്തലം കോടതിക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. അസുഖമുള്ള മാതാപിതാക്കൾ ഉണ്ട് എന്നതാണ് മാർട്ടിന്റെ മറ്റൊരു വാദം എന്നതാണ് ഇപ്പോൾ പറയുന്നത്. എനിക്കെതിരെ മുമ്പൊരു പെറ്റി കേസ് പോലും ഉണ്ടായിട്ടില്ല എന്ന വാദം കൂടി മാർട്ടിൻ ഉന്നയിക്കുകയാണ്. ശിക്ഷ ഒഴിവാക്കണമെന്ന് കരഞ്ഞപേക്ഷിക്കുകയാണ്. അങ്ങേയറ്റം വൈകാരികമായ രംഗം ആണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ കുറ്റകൃത്യത്തിലേർപ്പെട്ട മാർട്ടിൻ ആ സമയത്ത് ഇത് വിചാരിച്ചിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കോടതിയുടെ മുന്നിലേക്ക് തെളിവുകളായി എത്തിയത് മാർട്ടിന്റെ പങ്ക് തന്നെയാണ്. മാർട്ടിനായിരുന്നു അതിജീവിത സഞ്ചരിച്ച വാഹനം ഓടിച്ചിരുന്നത്. ആ വാഹനത്തിന്റെ വിശദാംശങ്ങൾ പൾസർ സുനിക്ക് കൈമാറിയിരുന്നത് മാർട്ടിനാണ് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിരുന്നു. അന്വേഷണ സംഘത്തിന് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചിരുന്നു. എന്തുകൊണ്ട് മാർട്ടിനെ പോലെ ഒരാൾ, അതായത് നടിയെ
മനഃപൂർവ്വം നടി സഞ്ചരിച്ച വാഹനത്തിലേക്ക് പൾസർ സുനിയുടെ ടെമ്പോ ട്രാവലർ ഇടിക്കുന്നു. അതിനുശേഷം മാർട്ടിൻ പുറത്തേക്ക് ഇറങ്ങുന്നു. ആ സമയത്താണ് മറ്റു പ്രതികൾ വാഹനത്തിനുള്ളിൽ കടന്നത്. അപ്പോഴും മാർട്ടിൻ തന്നെയാണ് ആ വാഹനം ഓടിച്ചത്. അങ്ങനെ പരിചയമില്ലാത്ത രണ്ടുപേർ, ഗൂഢാലോചനയുടെ ഭാഗമല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ രണ്ടുപേർ വാഹനത്തിൽ കയറുമ്പോൾ എന്തിനാണ് മാർട്ടിൻ പിന്നീട് ആ വാഹനം ഓടിച്ചത്? ഒരറിവുമില്ലാതെയാണോ മാർട്ടിൻ വാഹനം ഓടിച്ചത്? എന്തുകൊണ്ട് ഒരു സ്ത്രീ തൻ്റെ വാഹനത്തിലുള്ളപ്പോൾ രണ്ട് പുരുഷന്മാർ അതിലേക്ക് കയറിയപ്പോൾ ആ വാഹനം പിന്നീടും ഓടിച്ചു? അപ്പോൾ ഇവിടെ കരഞ്ഞ് അപേക്ഷിച്ചത് കൊണ്ടൊന്നും ശിക്ഷ ഒഴിവാക്കപ്പെടുമെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകൾ ശരിവെക്കുന്ന തെളിവുകൾ കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷന് കൃത്യമായി വാദമുന്നയിക്കാൻ സാധിച്ചുവെങ്കിൽ മാർട്ടിനും ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ മാർട്ടിൻ ഈ ബലാത്കാരം ചെയ്യുന്ന പ്രവൃത്തിയിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. അതിൽ മണികണ്ഠനും പൾസർ സുനിയുമാണ് പ്രധാനപ്പെട്ട ഉത്തരവാദികളെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അവരാണ് പെൺകുട്ടിയെ ബലാത്കാരം ചെയ്തത്, അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതാ മൂന്നാം പ്രതിയായിട്ടുള്ള മണികണ്ഠൻ. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ വാദം, അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അനുസരിച്ച് മൂന്നാം പ്രതിയായിട്ടുള്ള മണികണ്ഠനും വലിയ ശിക്ഷ തന്നെ ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. മണികണ്ഠൻ, അതായത് ഈ ദൃശ്യങ്ങൾ, നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആൾ മണികണ്ഠൻ എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ മണികണ്ഠൻ ഉയർന്ന ശിക്ഷ തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. പക്ഷേ മണികണ്ഠന്റെ വാദം എന്നത് മറ്റു പ്രതികളുമായി താൻ കൂടിയാലോചനകൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അവിടെ പ്രിയ പ്രേക്ഷകരെ ഓർക്കേണ്ടത്, 1 മുതൽ 6 വരെയുള്ള എല്ലാ പ്രതികളും ഗൂഢാലോചനയിൽ പങ്കെടുത്തു. ഈ ഗൂഢാലോചന നേരത്തെ തന്നെ തയ്യാറാക്കിയ ഒരു പ്ലാൻ അനുസരിച്ചായിരുന്നു നടി ആക്രമിക്കപ്പെട്ടത്. അതിൽ 6 പേർക്കും കൃത്യമായ പങ്കുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ച പശ്ചാത്തലത്തിലാണ് ഗൂഢാലോചന കുറ്റം 120B എല്ലാ പ്രതികൾക്കും നേരെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന ശിക്ഷ, ജീവപര്യന്തം പോലെ ഉള്ള ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള വകുപ്പാണ് 120B എന്നത്. അങ്ങനെ ഒരു വകുപ്പിൽ മണികണ്ഠനും ഉൾപ്പെട്ട പശ്ചാത്തലത്തിൽ മണികണ്ഠൻ അവസാനമായി പറയുന്നത് താൻ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് തൻ്റെ ഭാര്യയും അതോടൊപ്പം തന്നെ 9 വയസ്സുള്ള മകളും 2.5 വയസ്സുള്ള മകനും ഉണ്ട് എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നു. തൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് ഇപ്പോൾ മണികണ്ഠൻ അവസാന വാദം ഉന്നയിക്കുന്നത്. ഭാര്യ, 9 വയസ്സുള്ള മകൾ, 2.5 വയസ്സുള്ള മകൻ, ഇവർ മാത്രമാണുള്ളത്. അവർക്ക് താൻ മാത്രമാണ് ആശ്രയം എന്നും തന്നോടും കുടുംബത്തോടും കോടതിക്ക് കനിവ് തോന്നണം എന്നുമാണ് മണികണ്ഠൻ ഇപ്പോൾ കോടതിക്ക് മുന്നാകെ ആവശ്യം ഉന്നയിക്കുന്നത്. കൊടും കുറ്റവാളികളായ കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്ത പ്രതികൾ അവസാന നിമിഷവും ഊരിപ്പോരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നം നടത്തുന്നു എന്നുള്ളതാണ്. ഈ പ്രയത്നങ്ങൾ വിഫലമാകുമോ അതെയോ ഫലം കാണുമോ എന്നതൊക്കെ നമുക്ക് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. ഇത്തരം വാദങ്ങൾ കോടതി മുഖവിലക്കെടുക്കുക എന്നത് സാധാരണമല്ല. കുടുംബത്തെ പശ്ചാത്തലമാക്കി കാണിച്ചുകൊണ്ട് എന്തു കുറ്റകൃത്യവും നീച കുറ്റകൃത്യവും ചെയ്യാം എന്നുള്ളത് കോടതി അംഗീകരിക്കാൻ പോകുന്ന ഒന്നല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിനുള്ള ഒരു സാധ്യതയും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ പ്രിയ പ്രേക്ഷകരെ, ഈ കുറ്റകൃത്യത്തിൽ എന്താണ് ഇവരുടെ പങ്ക്, എന്തായിരുന്നു പങ്ക് എന്നതൊക്കെ കോടതി വിധിക്ക് ശേഷം മാത്രമേ വ്യക്തത കൈവരുകയുള്ളൂ എന്നതും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടതാണ്. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ, അതിനുശേഷമുള്ള വാദങ്ങൾ എല്ലാം അത് അടച്ചിട്ട കോടതി മുറിയിൽ ആണ് നടന്നത്. അതിജീവിതയുടെ സ്വകാര്യത ലംഘിക്കപ്പെടുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തുവിടാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രതികളുടെയും പങ്കെന്ത് എന്നത് കോടതി കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടുള്ള വിധി പ്രസ്താവമായിരിക്കും നടത്തുക എന്നുള്ളതാണ്. ഇതാ 4ാം പ്രതി വിജീഷ്, പൾസർ സുനിക്കൊപ്പം ടെമ്പോ ട്രാവലറിൽ ഉണ്ടായിരുന്ന മറ്റൊരാൾ ആണ് 4ാം പ്രതിയായിട്ടുള്ള വിജീഷ്. അതായത് വിജീഷ് ഇപ്പോൾ പറയുന്നത് തനിക്ക് കുറഞ്ഞ ശിക്ഷ നൽകണം എന്നുള്ളതാണ്. വളരെ വിചിത്രമായൊരു വാദം കൂടി വിജീഷിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. തന്നെ കണ്ണൂർ ജയിലിലേക്ക് അയക്കണം എന്നുള്ളതാണ്. അപ്പോൾ ശിക്ഷ എന്തായാലും ഉറപ്പിക്കുന്നു. ആ ശിക്ഷയുടെ കാലാവധി എത്രത്തോളം എന്നത് വ്യക്തതയില്ല. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ തനിക്കുള്ള ശിക്ഷ ഉറപ്പാക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രതി വിജീഷ് താൻ കണ്ണൂരുകാരനാണ് എന്നും നാട് തലശ്ശേരിയാണ് എന്നും പറയുന്നത്. തനിക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണം എന്നാണ് ഇപ്പോൾ 4ാം പ്രതിയായിട്ടുള്ള വിജീഷ് ആവശ്യപ്പെടുന്നത്. കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുള്ള, ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുള്ള, ബലാത്സംഗത്തിൽ പങ്കാളിയായിട്ടുള്ള വിജീഷിന്റെ അപേക്ഷ കണ്ണൂരിലെ ജയിലിലേക്ക് അയക്കണം എന്നുള്ളതാണ്. 5ാം പ്രതിയായിട്ടുള്ള സലീം,
കേസിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് സലീം പറയുന്നത്. ഭാര്യയും 1 വയസ്സുള്ള പെൺകുട്ടിയുമുണ്ട് എന്ന വാദം സലീമും ഉന്നയിക്കുകയാണ്. കേസിലെ 5ാം പ്രതിയായിട്ടുള്ള സലീം ഇപ്പോൾ പറയുന്നത് ഭാര്യയും 1 വയസ്സുള്ള പെൺകുട്ടിയുമുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പെൺകുട്ടിയോട് ആ ക്രൂരത നടത്തിയ സലീം ഇപ്പോൾ പറയുന്നു തനിക്ക് ഭാര്യയും 1 വയസ്സുള്ള പെൺകുട്ടിയുമുണ്ട് എന്ന്. ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമായ സലീം, അതായത് പൾസർ സുനി വാഹനം ഇടിക്കുന്നു, അതിനുശേഷം 2 പ്രതികൾ വാഹനത്തിൽ കയറുന്നു, പിന്നീട് പ്രതി ആയിട്ടുള്ള സലീം, 5ാം പ്രതിയായിട്ടുള്ള സലീം വാഹനത്തിൽ പരിശോധന നടത്തുന്നു. അതായത് പ്ലാൻ ചെയ്തതുപോലെ തന്നെയല്ലേ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പൾസർ സുനിയെ വിളിച്ചറിയിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തിനാണ് ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമായത് എന്നത്, അല്ലെങ്കിൽ പൾസർ സുനി ഏതെങ്കിലും തരത്തിൽ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചോ എന്ന സംശയമൊക്കെ വിചാരണ ഘട്ടത്തിൽ ഉണ്ടാകാം. പക്ഷേ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും ഉണ്ടായിട്ടില്ല. ഇത് വെൽ പ്ലാൻഡ് ആയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു. ഇതൊരു കൊട്ടേഷൻ എന്നാണ് പൾസർ സുനി പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള കൊട്ടേഷൻ നടപ്പിലാക്കിയത് പൾസർ സുനിയും ഈ മറ്റ് 5 പ്രതികളും ചേർന്ന് തന്നെയാണ്. അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കേരളത്തിൽ ആളുകളെ ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഈ ശിക്ഷ മാതൃകാപരമാകേണ്ടതിൻ്റെ ഉത്തരവാദിത്തം. ഒരു പെൺകുട്ടിയെ പിച്ചിച്ചീന്തിയ കേസിൽ ആണ് വിധി പറയാൻ പോകുന്നത്. കേരളം തലകുനിച്ച കേസാണ്. അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കിയ ലജ്ജാകരമായ കേസാണ്. അതിനപ്പുറത്ത് കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്ത കേസായിരുന്നു ബലാത്സംഗ കൊട്ടേഷൻ എന്ന കേസ്. ആ കേസിലെ 5ാം പ്രതിയാണ് സലീം. വടിവാൾ സലീം എന്നറിയപ്പെടുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള സലീം പറയുന്നു താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്, ഭാര്യയും 1 വയസ്സുള്ള പെൺകുട്ടിയും ഉണ്ട് എന്ന്. ഇപ്പോഴിതാ 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെ അവസാന വാദത്തിന്റെ വിശദാംശങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് മാധ്യമങ്ങൾക്ക് കോടതിയുടെ ഭാഗത്ത് നിന്ന് വിമർശനമുണ്ടാകുന്നത്. കോടതി ഈ കേസ് പരിഗണിച്ച ഉടനെ, അതായത് അന്തിമ വിധി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നു. ആ കോടതി നടപടികൾ ഇന്നത്തേതുകൊണ്ട് അവസാനിക്കുകയാണ്. ഈ വിധി പ്രസ്താവത്തോടുകൂടി കേസ് അടുത്ത തലത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പീൽ കോടതിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു വിധി പ്രസ്താവത്തിന് തൊട്ടു മുമ്പ് മാധ്യമങ്ങൾക്കടക്കം വിമർശനം ഉണ്ടാകുന്നു. കോടതി നടപടികൾ സൂക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന മുന്നറിയിപ്പ് കോടതി തന്നെ നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കോടതി നടപടികൾ പാലിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന മുന്നറിയിപ്പോട് കൂടിയാണ് ഇന്ന് കേസിൽ വിധി പറയാൻ പോകുമ്പോൾ വളരെ കൃത്യമായി കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശമുണ്ടാകുന്നത്. വളരെ പെട്ടെന്നൊരിക്കൽ കൂടി 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ആവശ്യപ്പെടുന്നത് തനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അമ്മയെ നോക്കാൻ മറ്റാരുമില്ല എന്ന വാദം പൾസർ സുനി ഉന്നയിക്കുന്നു. 2ാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ പറയുന്നത് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ 5.5 വർഷം ജയിലിൽ കിടന്നു. അസുഖമുള്ള മാതാപിതാക്കൾ ഉണ്ട്. എനിക്ക് നേരെ ഇതിനു മുമ്പ് ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. മാർട്ടിൻ കരഞ്ഞപേക്ഷിച്ചുകൊണ്ടാണ് കോടതിയിൽ സംസാരിക്കുന്നത് എന്ന വിവരം കൂടിയാണ് പ്രിയ പ്രേക്ഷകരെ പങ്കുവെക്കാനുള്ളത്. മാർട്ടിനായിരുന്നു നടി സഞ്ചരിച്ചിരുന്ന വാഹനം ഓടിച്ചിരുന്നത്. 3ാം പ്രതിയായിട്ടുള്ള മണികണ്ഠൻ മറ്റു പ്രതികളുമായി കൂടിയാലോചന നടത്തിയിട്ടില്ല, ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നു. ഭാര്യയും 9 വയസ്സുള്ള മകളുമുണ്ട് എന്ന് പറയേണ്ടി വരുന്നു മണികണ്ഠന്. 2.5 വയസ്സുള്ള മകനും മാത്രമാണ് വീട്ടിലുള്ളത്. കുടുംബത്തിന്റെ ഉത്തരവാദിത്തം തനിക്കാണ് എന്ന് മണികണ്ഠൻ വാദം ഉന്നയിക്കുമ്പോൾ 4ാം പ്രതിയായിട്ടുള്ള വിജീഷ് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും തന്നെ കണ്ണൂർ ജയിലിലേക്ക് അയക്കണം എന്നുമുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഏറ്റവും ഒടുവിൽ 6ാം പ്രതിയായിട്ടുള്ള പ്രദീപ് ചില വാദങ്ങൾ ഉന്നയിച്ചു. എന്തായാലും പ്രദീപും ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകണമെന്ന ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതേസമയം പ്രോസിക്യൂഷൻ അതിനെ ഖണ്ഡിക്കുകയാണ്. ഉയർന്ന ശിക്ഷ നൽകണമെന്ന ആവശ്യം ആണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഉയർന്ന ശിക്ഷ, സമൂഹത്തിന് മാതൃകയാകുന്ന ശിക്ഷ, ഈ ചുമത്തപ്പെട്ട വകുപ്പുകളിൽ ഏറ്റവും ഉയർന്ന തന്നെ ശിക്ഷ നൽകണം. ഇത്